പാട്ട് സീനുകൾ അദ്ദേഹത്തിന് നല്ല കുറെ പാട്ട് സീനുകളിലൊക്കെ ഒറ്റ അന്ന് ഈ കോമഡി നടൻ ഒരു പാട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ റെയറാണ്. നല്ല പാട്ടുകൾ കിട്ടിയതിൽ വലിയൊരു അത്ഭുതമുള്ളത് തളിരിട്ട് കിനാക്കൾ എന്നോ മറ്റോ പറഞ്ഞൊരു പടത്തില് മുഹമ്മദ് റാഫി പാടിയ പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റാഫിയുടെ പ്രൊഫൈലിൽ ഇത് കിടപ്പുണ്ട്, ഒരു മലയാളം പടം. ഇത് ആരുടാന്ന് പറഞ്ഞ് നോക്കി കഴിയുമ്പം ഞാനാണ് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ, എന്റെ ഏട്ടനാണ് അതിന്റെ ഡയറക്ടർ. ഞാൻ പോവാ. പി ഗോപികുമാർ ഡയറക്ടർ, അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഞാനാണ്. അതെങ്ങനെയാണ്? എനിക്ക് അതൊന്നും അതിന്റെ ഒരു കഥ എങ്ങനെയാണ് മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് അതിൽ വന്നിരിക്കുന്നത്? അല്ല, മുഹമ്മദ് റാഫിയെ വെച്ചിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജിതിൻ ഷ്യാം എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ബോംബെയിലാണ് ഉണ്ടായിരുന്നത്. ബോംബെയിലുള്ള സമയത്ത് മുഹമ്മദ് റാഫിയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് വേണമെന്ന് കൊച്ചിയിലുള്ള കുറെ സംഗീതമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാരാണ് ആ സിനിമയുടെ പിന്നിലെ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അവർക്ക് റാഫി പാടുന്നു എന്നുള്ളതിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റാഫിയെ വെച്ചിട്ട് എല്ലാ അനൗൺസ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റാഫി മരിച്ചുപോയി. അപ്പോൾ റാഫി ഇതേ മ്യൂസിക് ഡയറക്ടർ റാഫിയെ വെച്ച് വേറൊരു പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ആ പാട്ട് എടുത്തിട്ട് അതിന് പകരം ഈ സിനിമയിൽ